രാവിലെ ഫുഡും കഴിച്ചതിന് ശേഷം ഞങ്ങൾക്കുണ്ടായിരുന്ന മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് ആ ചിക്കൻ ഒന്ന് കഴുകി വൃത്തിയാക്കലെടുക്കലായിരുന്നു. ആദ്യം ഞാനും നിതിനും കൂടെ ഒരു വെള്ളം കഴുകിയെടുത്തു. അതിനുശേഷം എല്ലാവരും കൂടി ഇരുന്ന് അതൊക്കെ വൃത്തിയാക്കിയൊക്കെ മാറ്റി വെച്ചു. അതിനുശേഷമാണ് പിന്നെ പയറരിയാനിരുന്നത്. എല്ലാവരും കുറേശ്ശെ കുറേശ്ശെ എടുത്ത് വെച്ച് അങ്ങോട്ട് അരിഞ്ഞപ്പോഴത്തേക്കിനും പെട്ടെന്ന് അതങ്ങ് തീരുകയും ചെയ്തു. ആ ചിക്കൻ കഴുകി വൃത്തിയാക്കലായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. എത്ര വെള്ളം കഴുകിയിട്ടാണെന്നറിയാമോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത്. അങ്ങനെ പയറുതോരനും റെഡിയായി, ചിക്കൻ കറിയും റെഡിയായി. ഉച്ചയ്ക്ക് ഒരു 12:30 കഴിഞ്ഞപ്പോഴത്തേന് എല്ലാവരും വന്ന് ഫുഡും കഴിച്ചു. അവരൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളും കഴിച്ചു. അങ്ങനെ പിന്നെ പാത്രം കഴുകലായിരുന്നു. അഫ്ര പാത്രത്തിനോടൊക്കെ സംസാരിച്ചുകൊണ്ടായിരുന്നു കഴുകുന്നതൊക്കെ. വൈകുന്നേരം ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞങ്ങൾ നേരെ റൂമിൽ പോയി. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ കുഴലപ്പമൊക്കെ തിന്നു. പിന്നെ അമല മിസ്സിനൊക്കെ ആയിരുന്നു ഇന്നത്തെ ഡ്യൂട്ടി. മിസ്സ് വന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ കേക്കും കപ്പലണ്ടി വറുത്തതും ഒക്കെ കൊണ്ടുവന്നായിരുന്നു. അതിൽ ഒരു പാക്കറ്റ് കപ്പലണ്ടി വറുത്തത് ഞങ്ങൾ അടുക്കളയിൽ ഇരുന്ന് എല്ലാവരും കൂടെ അങ്ങ് കഴിച്ചു. എന്നിട്ട് കേക്ക് എല്ലാവർക്കും കൊണ്ട് കൊടുക്കുകയും ചെയ്തു. പിന്നെ രാത്രിയിലാണെന്നുണ്ടെങ്കിൽ മിസ്സിൻ്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്കത്തെ ചിക്കൻ കറി ബാലൻസ് വന്നതുകൊണ്ട് അന്ന് രാത്രിയിൽ ചപ്പാത്തിയാക്കി. അപ്പോൾ രാത്രിയിലാണെങ്കിൽ വേറെ കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്ന് അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.